നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം നടത്തിയ റോഡ് ഷോ കാണികൾക്ക് ആവേശകരമായി. CPI വിട്ട് BJPയിൽ ചേർന്ന് CC മുകുന്ദന് തൃപ്പയാറിൽ ആവേശകരമായ സ്വീകരണം. കൊല്ലൂർ ക്രിസ്റ്റഫർ നഗറിൽ യുവതിയെ അയൽവാസി വീടിനു സമീപം റോഡിൽ വെച്ച് കുത്തിക്കൊന്ന സംഭവത്തിൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. വടക്കാഞ്ചേരിയിൽ കിണറ്റിൽ വീണ മകനെ രക്ഷിക്കാനിറങ്ങിയ അച്ഛൻ മുങ്ങി മരിച്ചു. മകനെ നാട്ടുകാർ രക്ഷിച്ചു. വാർത്തകൾ വിശദമായി. LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം നടത്തിയ റോഡ് ഷോ കാണികൾക്ക് ആവേശകരമായി. വാദ്യമേളങ്ങൾ, പോപ്പർ, നൂറുകണക്കിന് ഇരുചക്രവാഹനങ്ങൾ അടക്കം അണിനിരുന്ന റോഡ് ഷോ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. LDF നേതാക്കളായ PK ഷാജൻ, TR രമേഷ് കുമാർ, ഷീല വിജയകുമാർ, KP സന്ദീപ്, AS ദിനകരൻ, UK ഗോപാലൻ, ഷീന പറയങ്ങാട്ടിൽ, KM കിഷോർ കുമാർ, PR വർഗീസ് മാസ്റ്റർ, KK ജോബി, KK അനിൽ, മധുസൂദനൻ എന്നിവർ നേതൃത്വം നൽകി. പെരുമ്പുളിശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ തൃപ്പയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. CPI വിട്ട് BJPയിൽ ചേർന്ന് CC മുകുന്ദന് തൃപ്പയാറിൽ ആവേശകരമായ സ്വീകരണം. CPI ബന്ധം അവസാനിപ്പിച്ച് BJPയിൽ ചേർന്ന നാട്ടിക MLA CC മുകുന്ദൻ നാട്ടികയിൽ റോഡ് ഷോ നടത്തി. വാദ്യമേളങ്ങളും കാവടിയും നിറഞ്ഞാടിയ പ്രവർത്തകരും സ്വീകരണത്തിന് മാറ്റുകൂട്ടി. NDA വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണൻ, BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, BDJS ജില്ലാ സെക്രട്ടറി അക്ഷയ് കൃഷ്ണ എന്നിവർ റോഡ് ഷോയിൽ അണിചേർന്നു. EP ഹരീഷ് മാസ്റ്റർ, സജിനി ഉണ്ണിയാരംപുരയ്ക്കൽ, EP ജാൻസി, ഷൈൻ നടിയിരിപ്പിൽ, രശ്മി ഷിജോ, AK ചന്ദ്രശേഖരൻ, TG രതീഷ് എന്നിവർ നേതൃത്വം നൽകി. നാട്യ മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണ പ്രസാദ്, ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് ശ്രീരാഗ് എന്നിവർ ചേർന്ന് CC മുകുന്ദനെ സ്വീകരിച്ചു. തൃപ്പയാർ പടിഞ്ഞാറൻ നടയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ബസ് സ്റ്റാൻഡിന് മുന്നിൽ സമാപിച്ചു. കൊല്ലൂർ ക്രിസ്റ്റഫർ നഗറിൽ യുവതിയെ അയൽവാസി വീടിനു സമീപം റോഡിൽ വെച്ച് കുത്തിക്കൊന്ന സംഭവത്തിൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ക്രിസ്റ്റഫർ നഗർ സ്വദേശി പുറത്തൂർ വീട്ടിൽ ഫ്രാൻസിസിന്റെ മകൾ സൗമ്യ കൊല്ലപ്പെട്ടത്. പ്രതി ക്രിസ്റ്റഫർ നഗർ സ്വദേശി അപ്പാടൻ തോമസിനെ നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് പിടികൂടിയിരുന്നു. സംഭവത്തിനു ശേഷം ഓടിപ്പോകുന്നതിനിടയിൽ കിണറ്റിൽ വീണ പ്രതിയെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്. മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. വടക്കാഞ്ചേരിയിൽ കിണറ്റിൽ വീണ മകനെ രക്ഷിക്കാനിറങ്ങിയ അച്ഛൻ മുങ്ങി മരിച്ചു. മകനെ നാട്ടുകാർ രക്ഷിച്ചു. വടക്കാഞ്ചേരി മാറാത്തുകുന്ന് ഉന്നതിയിൽ ആൾമറയില്ലാത്ത കിണറ്റിൽ വീണ 3 വയസ്സുകാരൻ രക്ഷിക്കാനിറങ്ങിയ അച്ഛൻ മുങ്ങി മരിച്ചു. വാരിയത്ത് വീട്ടിൽ 32 വയസ്സുള്ള വിഷ്ണു ആണ് മരിച്ചത്. മകൻ അരുഷ് കിണറ്റിൽ വീണതറിഞ്ഞ് രക്ഷിക്കാനിറങ്ങിയതായിരുന്നു വിഷ്ണു. ഇന്നലെ തിങ്കളാഴ്ചയായിരുന്നു അപകടം. വീടിന് സമീപം കളിച്ചുകൊണ്ടിരുന്ന അരുഷ് കാൽവഴി കിണറ്റിൽ വീഴുകയായിരുന്നു. ഇത് കണ്ട് അച്ഛൻ വിഷ്ണു രക്ഷിക്കാൻ കിണറ്റിലേക്ക് ചാടി. ബഹളം കേട്ടെത്തിയ അയൽവാസി എഴുത്തച്ഛൻ വീട്ടിൽ വൈശാഖ് കിണറ്റിലിറങ്ങി കുട്ടിയെ രക്ഷപ്പെടുത്തി. എന്നാൽ കുട്ടിയെ രക്ഷിക്കാൻ ആദ്യം കിണറ്റിൽ ചാടിയ പിതാവ് വിഷ്ണു ചേറിൽ പൂണ്ടുപോയിരുന്നു. ഇത് മറ്റാരും മനസ്സിലാക്കിയിരുന്നില്ല. അഗ്നിരക്ഷാ സേനാംഗങ്ങൾ കിണറ്റിലിറങ്ങി നടത്തിയ തിരച്ചിലിലാണ് വിഷ്ണുവിനെ കിണറ്റിലെ ചേറിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഇരുവരെയും ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിഷ്ണു മരണപ്പെട്ടിരുന്നു. മകൻ അരുഷിനെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നിന്ന് പിന്നീട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കുട്ടി അപകടനില തരണം ചെയ്തതായാണ് ആശുപത്രി അധികൃതർ നൽകിയ വിവരം. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ BJP ഉപാധ്യക്ഷൻ B ഗോപാലകൃഷ്ണന് സീറ്റില്ല.
2020 ആയിരിക്കും NDAക്ക് വേണ്ടി മത്സരിക്കുക. കൊടുങ്ങല്ലൂരിൽ ബി ഗോപാലകൃഷ്ണൻ സ്ഥാനാർത്ഥിത്വം ഏറെക്കുറെ ഉറപ്പിച്ചതായിരുന്നു. ബി ഗോപാലകൃഷ്ണനായി ചുവരെഴുത്ത് പ്രചാരണവും തുടങ്ങിയിരുന്നു. ഇതിനിടയിലാണ് കൊടുങ്ങല്ലൂർ സീറ്റിനായി 2020 BDJS രംഗത്തെത്തിയത്. തർക്കം വന്നതോടെ ഗോപാലകൃഷ്ണനായി തുടങ്ങിയ ചുവരെഴുത്തുകൾ പ്രവർത്തകർ നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. കയ്പമംഗലം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KK വത്സരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം റോഡ് ഷോയിലൂടെ ആരംഭിച്ചു. കയ്പമംഗലം മറവുശാല ബസ് സ്റ്റാൻഡിൽ നിന്ന് തുറന്ന വാഹനത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച റോഡ് ഷോ പെരിഞ്ഞനം സെന്ററിൽ സമാപിച്ചു. തുടർന്ന് സ്ഥാനാർത്ഥി KK വത്സരാജ് പ്രസംഗിച്ചു. LDF കൺവീനർ PK ചന്ദ്രശേഖരൻ, CPI മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ്, INL ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ചാമക്കാല, നേതാക്കളായ KB ഹൈദോസ്, KK അബീദ് അലി, KV രാജേഷ്, മഞ്ജുള അരുണൻ, TK സുധീഷ്, PM അഹമ്മദ്, CK ഗിരിജ, അഡ്വക്കേറ്റ് AD സുദർശനൻ, KK രമേഷ് ബാബു, TK രാജു, അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് എന്നിവർ പങ്കെടുത്തു. കാപ്പ നിയമപ്രകാരം ചാവക്കാട് പാലയൂർ സ്വദേശിയെ 1 വർഷത്തേക്ക് തുറുങ്കിലടച്ചു. തൃശൂർ ജില്ലാ കളക്ടറിന്റെ കാപ്പ പ്രകാരം കരുതൽ തടങ്കൽ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ചാവക്കാട് പാലയൂർ സ്വദേശിയായ കറുപ്പം വീട്ടിൽ ഹവാദ് എന്നയാളെയാണ് തൃശൂർ സിറ്റി ജില്ലാ പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് IPSന്റെ നിർദ്ദേശപ്രകാരം ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർ സുരേഷ് വിയുടെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർമാരായ രാജീവ് NS, വിമൽ VV എന്നിവരടങ്ങിയ സംഘം അറസ്റ്റ് ചെയ്തത്. മുസ്ലിം ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് 2ാം വാർഡ് ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ റംലാൻ റിലീഫ് വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് KK സക്കറിയ, വാർഡ് മെമ്പർമാരായ ഷാഹിർ പഴുമ്പറമ്പിൽ, നസീമ പുതിയ വീട്ടിൽ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് TK സൈദു, മണ്ഡലം ട്രഷറർ TK ഉബൈദ്, ശാഖാ പ്രസിഡന്റ് KM അബ്ദുൽ കരീം മാസ്റ്റർ, സെക്രട്ടറി AA അബ്ദുള്ള കുട്ടി, കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് അബ്ജു തലാശ്ശേരി, KB രാമചന്ദ്രൻ, MK റഷീദ്, PA ഷംസുദ്ദീൻ, TM മൻസൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ലീഗ് പ്രസ്ഥാനം എല്ലാ വർഷങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്ന റിലീഫിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്രാവശ്യവും നമ്മൾ നടത്തുന്നത്. കേരളക്കരയിലുടനീളം എല്ലാ മുക്കുമൂലകളിലും ഈ പ്രസ്ഥാനം ഉള്ളിടത്തെല്ലാം തന്നെ ഇത്തരത്തിലുള്ള റിലീഫ് പ്രവർത്തനങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ റിലീഫ് പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തേണ്ടെന്ന് ആവശ്യമില്ല. കാരുണ്യ പ്രവർത്തനം മുഖമുദ്രയാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ് മുസ്ലിം ലീഗ് എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. മുസ്ലിം ലീഗ് പ്രസ്ഥാനമെന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഓരോന്നായും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ബൈത്തുർ റഹ്മാൻ എന്ന് പറയുന്നത് തന്നെ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ മഹത്തായ ഒരു കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള ഒരു കാര്യമാണ് ബൈത്തുർ റഹ്മാൻ എന്നുള്ളത്. മുസ്ലിം ലീഗിൻ്റെ മൺമറഞ്ഞ നേതാവ് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മരണപ്പെട്ട സമയത്ത് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി അവിടുത്തെ 100ഓളം ആളുകൾക്ക് പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് ബൈത്തുർ റഹ്മാൻ എന്നത്. ഇരിങ്ങാലക്കുട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം നടന്ന വാഹനാപകടത്തിൽ ഇരുചക്ര വാഹന യാത്രികൻ മരിച്ച സംഭവത്തിൽ സ്വകാര്യ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. കണിമംഗലം തെക്കുമുറി സ്വദേശി ആലപ്പാട്ട് വീട്ടിൽ സാലിഷിനെയാണ് ഇരിങ്ങാലക്കുട SI അഭിലാഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് സ്റ്റാൻഡിലേക്ക് അമിത വേഗതയിൽ വന്ന പൂമല ബസ് ഇരുചക്ര വാഹനങ്ങളിൽ ഇടിച്ച് ഒരാൾ മരിക്കുകയും മറ്റൊരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അശ്രദ്ധമായി മനുഷ്യജീവന് അപകടം വരത്തക്ക വിധം വാഹനം ഓടിച്ച കേസുകളിലടക്കം 6 കേസുകളിൽ പ്രതിയാണ് സാലിഷ് എന്ന് പോലീസ് പറഞ്ഞു. മണ്ണുത്തി കൊഴുപ്പള്ളിയിൽ പോലീസിന് നേരെ ആക്രമണം. പരിക്കേറ്റ പോലീസുകാർ തൃശൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ വിഷ്ണുജിത്ത്, ജിഷ്ണു എന്നിവർ പിടിയിലായി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് ഇവർ. വിഷ്ണുജിത്തിനെ പിടികൂടാൻ പോയതാണ് പോലീസ്. ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ വ്യാഴാഴ്ച വെളുപ്പിന് ആരംഭിക്കും. പുലർച്ചെ 4-ന് നട തുറക്കും. തുടർന്ന് നിർമാല്യ ദർശനം, ശാസ്താവിന് കരിക്കാഭിഷേകം എന്നിവ നടക്കും. 5:15-ന് ചുറ്റുവിളക്ക് ആരംഭിക്കും. പൂരത്തോടനുബന്ധിച്ചുള്ള നെയ് സമർപ്പണം രാവിലെ 8-ന് തുടങ്ങും. പൂരത്തിന്റെ ഭാഗമായി ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ 13 ദിവസങ്ങളിലായി 23 ചുറ്റുവിളക്കുകൾ തെളിയും. ഈ മാസം 30-നാണ് ആറാട്ടുപുഴ പൂരം.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം നടത്തിയ റോഡ് ഷോ കാണികൾക്ക് ആവേശകരമായി. CPI വിട്ട് BJPയിൽ ചേർന്ന് CC മുകുന്ദന് തൃപ്പയാറിൽ ആവേശകരമായ സ്വീകരണം. കൊല്ലൂർ ക്രിസ്റ്റഫർ നഗറിൽ യുവതിയെ അയൽവാസി വീടിനു സമീപം റോഡിൽ വെച്ച് കുത്തിക്കൊന്ന സംഭവത്തിൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. വടക്കാഞ്ചേരിയിൽ കിണറ്റിൽ വീണ മകനെ രക്ഷിക്കാനിറങ്ങിയ അച്ഛൻ മുങ്ങി മരിച്ചു. മകനെ നാട്ടുകാർ രക്ഷിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.